കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ജയത്തോടെ നമ്മെ നടത്തുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. നമ്മുടെ കണ്ണെ കന്നിരുന്നു, കാലിലെ വീഴ്ചയുന്നു, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവെച്ച ഒരു ദൈവമുണ്ട്. അത് നമ്മൾ സേവിക്കും. നമ്മുടെ ദൈവം മാത്രമാണ്. മറ്റൊരുത്തൻ്റെ രക്ഷയിൽ നിന്ന് നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. കാരാഗ്രഹ പ്രമാണി ചോദിച്ചൊരു ചോദ്യം പൗലോസിനോടും ശിലാസിനോടും, യജമാനന്മാരെ, രക്ഷപ്പെടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വാധീനമുള്ള കരുത്തുള്ള ജയിൽ സൂപ്രണ്ട് പറയുക, രക്ഷപ്പെടാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പൗലോസ് അതിന് മറുപടി നൽകുക, സഹോദരങ്ങളെ, രക്ഷ പ്രാപിക്കാൻ ഒരു വഴിയുള്ളൂ, കർത്താവിൽ വിശ്വസിക്കുക. നമ്മുടെ പാപത്തിനു വേണ്ടി, ശാപത്തിനു വേണ്ടി കർത്താവ് കാൽവറിയിലും ചിഞ്ചായി നുറുക്കപ്പെട്ടു. അവിടുത്തെ പുണ്യാഹനിടത്താൽ നമ്മെ വിലയ്ക്കുവാൻ എത്ര പേരത് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അവിടുന്ന് അധികാരം കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ വരവിക്കൽ നമ്മളെല്ലാം കാണപ്പെടണം. അതാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. പ്രമാണപ്രകാരം നമുക്ക് ജീവിക്കാം, വചനപ്രകാരം ജീവിക്കാം. ദൈവ ഇഷ്ടം ചെയ്ത് വ്യക്തിത്വം പ്രാപിപ്പാൻ ഈ ദിവസങ്ങൾ നമുക്കൊരുങ്ങാം. ഇനി അല്പകാലം കഴിഞ്ഞു വരാനുള്ളവൻ വരും, താമസിക്കയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ധൈര്യത്തോടെ പ്രഖ്യാപിക്കാൻ ഇന്ന് നമുക്ക് ഇടയാവട്ടെ. ലോകത്തിലുള്ളതിനെ നോക്കരുത്, ലോകത്തിൽ ആശ്രയം വെക്കരുത്. ഇതെല്ലാം തൽക്കാലികം. ലോകം അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവന് മാത്രമേ എന്നേക്കും നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. സഹോദരങ്ങളെ, ആ ഒരു ഉറപ്പ് നമ്മുടെ അകത്ത് എന്നും ഉണ്ടാകണം. ഞാനായിരിക്കുന്നത് കൃപയല്ല. പൗലോസ് പറഞ്ഞതുപോലെ നമ്മുടെ മിടുക്കൊണ്ടോ, നമ്മുടെ ബലം കൊണ്ടോ, നമ്മുടെ ശക്തി കൊണ്ടോ, സാമ്പത്തിക ഭദ്രത കൊണ്ടോ അല്ല, ജീവൻ നൽകുന്ന ദൈവമാണല്ലോ. അതുകൊണ്ട് വിളിച്ചു പറ, ഞാനായിരിക്കുന്നത് കൃപയാൽ, ദൈവത്തിൻ്റെ മഹാകൃപയാൽ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാൻ തിരുവെഴുത്ത് പറയുന്ന പോലെ, അതുകൊണ്ട് ധനവാൻ തൻ്റെ ധനത്തിലും ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിലും ബലവാൻ തൻ്റെ ബലത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവരോ യഹോവയിൽ പ്രശംസിക്കട്ടെ. സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തിൽ പ്രശംസിക്കാം. ദാനത്തിൽ ആരും പ്രശംസിക്കരുത്, ദാതാവിൽ പ്രശംസിക്കണം. അയച്ച കാക്കയുടെ പുറകിനല്ല പോകേണ്ടത്. കാക്കയെ വിട്ട് ഒരു ദൈവത്തെ ശ്രമിക്കാൻ തയ്യാറാവണം. മെറ്റീരിയലിൻ്റെ പുറകിന് പോകരുത്. നമ്മളെ ഇന്നയോളം ക്ഷേമത്തോടെ ക്ഷമകാലത്ത് നടത്തിയ സർവശക്തനെ മാത്രം സ്നേഹിക്കാൻ, അവിടുത്തെ ആരാധിക്കാൻ, അവിടുത്തേക്ക് മുഴുമഹത്വം കൊടുക്കാൻ, യഹോവയെങ്കിലെ സന്തോഷം എന്നും അനുഭവിപ്പാൻ നമുക്കിടയാവണം. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവിടുന്ന് തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളതാണ്. സഹോദരങ്ങളെ, എത്രയോ പേർക്ക് ഈ ഭാഗ്യ പദവി ലഭിക്കാതിരിക്കുമ്പോൾ കൃപയാൽ 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 അവിടുത്തെ അറിയാൻ, അവിടുത്തെ മക്കളായി തീരാൻ, സത്യത്തിൽ നടക്കാൻ, സ്വർഗീയ മർമ്മങ്ങൾ വെളിപ്പെട്ട് കിട്ടാൻ നമുക്കിടയായതിനാൽ
നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് വാഴ്ത്തുള്ള അർപ്പിക്കുക. ഇന്ന് പ്രഭാതത്തിലും ധൈര്യത്തോടെ പറ, ഈ ദൈവം എന്നും എന്നേക്കും ഞങ്ങളുടെ ദൈവമാണ്. ജീവപര്യന്തം ഞങ്ങളെ വഴി നടത്തുവാൻ അവിടുന്ന് ശക്തനാണ്. ഞങ്ങളത് ഉറച്ചിരിക്കുന്നു എന്ന ശക്തമായൊരു പ്രഖ്യാപനം നമുക്ക് ചെയ്യാം. 109 സങ്കീർത്തനം 30 വാക്യം. ഞാൻ എൻ്റെ വായ് കൊണ്ട് യഹോവയെ ആദ്യന്തം സ്തുതിക്കും. അതേ, ഞാൻ പുരുഷാരത്തിൻ്റെ നടുവിൽ അവനെ പുകഴ്ത്തും. കാരണം തുടക്കം നമ്മളത് ശ്രദ്ധിക്കൂ. ഈ സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. എൻ്റെ പുകഴ്ചയായ ദൈവമേ, ഞാൻ സ്തുതിക്കുന്ന ദൈവമേ, ഞാൻ ആരാധിക്കുന്ന ദൈവമേ, അവിടുന്ന് മൗനമായിരിക്കരുത് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. കാരണം ദുഷ്ടൻ്റെ വായും വഞ്ചകൻ്റെ വായും എൻ്റെ നേരെ തുറന്നിരിക്കുന്നു. സ്തോത്രം. ഞാൻ ഉപവസിക്കുന്നു, എൻ്റെ മുഴങ്കാലുകൾ ഉപവാസം കൊണ്ട് വിറയ്ക്കുന്നു, എൻ്റെ ദേഹത്തിൻ്റെ പുഷ്ടി ഇല്ലാതായിരിക്കുന്നു. പലർക്കും താനൊരു നിന്ദയായി തീർന്നു എന്നാണ് ദാവീദ് പറയുന്നത്. കാണുന്നവരൊക്കെ തലകുലുക്കുന്നു. അതിൻ്റെ നടുവിലാണ് തൻ്റെ പുകഴ്ചയായ ദൈവത്തോട് സഹായത്തിനായി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന, ആക്ഷേപിക്കുന്ന ഒരു സമൂഹം തന്നെ ശപിക്കുവാൻ നിൽക്കുമ്പോൾ താൻ പുകഴ്ചയായ ദൈവത്തോട്, തൻ്റെ ബലമായ ദൈവത്തോട്, തൻ്റെ സങ്കേതമായ ദൈവത്തോട്, തൻ്റെ ആശ്രയമായ ദൈവത്തോട്, എല്ലാ കാലത്തും ഇറങ്ങി വരുന്ന ദൈവത്തോട് താൻ പ്രാർത്ഥിക്കുമ്പോൾ പകയ്ക്കുന്നവർ കണ്ട് താൻ പറയുകയാണ്, യഹോവേ, ഇത് നിന്റെ കൈയെന്നും നീ ഇത് ചെയ്തിരിക്കുന്നു എന്ന് അവർ അറിയേണ്ടതിന്. ആര്? ശപിക്കുന്നവർ, പരിഹസിക്കുന്നവർ അറിയേണ്ടതിന്. അവർ ശപിക്കട്ടെ. അവർ ശപിക്കുമ്പോൾ ദൈവമേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നിജ പോ എന്ന് പറഞ്ഞ് ശിമേ എന്ന് പറഞ്ഞ ആ വ്യക്തി ദാവീദിനെ ശപിച്ചില്ലേ, കുഴിമണ്ണ് വാരിയിട്ടിട്ട്? പക്ഷെ ദാവീദ് പറഞ്ഞു, ഇവൻ്റെ ഈ ശാപം അടുത്ത മിനിറ്റിൽ ദൈവം എനിക്ക് അനുഗ്രഹമാക്കി തീർക്കും, അവൻ ശപിക്കട്ടെ. പക്ഷേ ദാവീദ് വീണ്ടും സിംഹാസനത്തിലെത്തിയപ്പോൾ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞു അതേ ഷിമി വന്നില്ലേ? പ്രിയരെ, അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും വിളിച്ചു പറയുന്നു, നിന്നെ ശപിക്കുന്നവർ കണ്ട നീ നശിക്കും, നീ ഇല്ലാതാവും, വിടുതലുണ്ടാവില്ല. പക്ഷേ അതിൻ്റെ നടുവിൽ യഹോവയുടെ കൈ വിടുവിച്ചെന്നും, യഹോവയുടെ കൈ ഇത് ചെയ്തെന്നും, ദൈവം സഹായിച്ചെന്നും, ദൈവം തുറന്നെന്നും, ദൈവം തിരിച്ചു വരുത്തിയെന്നും, ദൈവം നിലനിർത്തിയെന്നും, ദൈവം അടഞ്ഞതിനെ തുറന്നെന്നും, അസാധ്യങ്ങളെ സാധ്യമാക്കിയെന്നും, ആകാശം ചായ്ച്ചിറങ്ങി വന്നെന്നും വെളിപ്പെട്ടു വരുത്തുന്ന ഒരു നിമിഷമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി സന്ദേശം അറിയിക്കുകയാണ്. അങ്ങനെ ദൈവം നൽകിയ വിടുതലുകൾ, ദൈവത്തിൻ്റെ കൈ നീട്ടിയത്, നിന്ദിച്ചവരും ശപിച്ചവരുടെ മുമ്പാകെ ദൈവം ഉറപ്പോടെ നിർത്തിയത്, ശക്തമായി പുറത്തു കൊണ്ടുവന്നത് കണ്ടിട്ടാണ് ആ വാക്യം, 30 വാക്യം. ഞാൻ എൻ്റെ വായ് കൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും. എന്നെ സഹായിച്ച ദൈവത്തിന്, ഉദ്ധരിച്ച ദൈവത്തെ, തിരിച്ചു വരുത്തിയ ദൈവത്തെ, നിലനിർത്തിയ ദൈവത്തെ, ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റിയ ദൈവത്തെ ഞാൻ സ്തുതിക്കും എന്ന് പറയത്തക്ക രീതിയിൽ, അത്യന്തം കൂടുതൽ സ്തുതിക്കത്തക്ക രീതിയിൽ, നന്ദി പറഞ്ഞ് ദൈവത്തെ ആരാധിക്കത്തക്ക രീതിയിൽ, മുഴുവൻ മഹത്വവും ദൈവത്തിന് കൊടുക്കത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടിയിൽ ഉണ്ടാകുകയാണ്. ഞാൻ എൻ്റെ വായ് കൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും. അടുത്ത് നോക്കാതെ, ഞാൻ പുരുഷാരത്തിൻ്റെ നടുവിൽ എല്ലാവരും കാണുക ദൈവത്തിൻ്റെ മഹത്വം വിളിച്ചു പറയാൻ
സാക്ഷ്യം പറയാൻ. അതുകൊണ്ട് 22-ാം സങ്കീർത്തനത്തിൽ ഉപേക്ഷയോടെ അലർന്ന ശക്തികൾ നിൽക്കുമ്പോൾ കാട്ടുപോത്തിയുടെ കൊമ്പുകൾക്ക് ഉത്തരമല്ലുന്ന, ആ കൊമ്പുകളുടെ ഇടയിൽ ഉത്തരമല്ലുന്ന ദൈവത്തെ സഭാമധ്യേ സ്തുതിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഇവിടെ നീട്ടിയ കരം, വെളിപ്പെട്ടു വന്ന ദൈവത്തിൻ്റെ വിടുതലുകൾ ഓർത്ത് എല്ലാവരും കാണുക, പുരുഷാരും കാണുക. ദൈവത്തെ സ്തുതിക്കത്തക്ക രീതിയിൽ ദൈവം ചില അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിന്ദിച്ചവർ കാണുക, ശാപം ചൊരിഞ്ഞവർ കാണുക, നിന്നെ ഒതുക്കാൻ പരിശ്രമിച്ചവർ കാണുക. ദൈവം വിടുതൽ നൽകാൻ പോയവരുടെ കൈ ഇത് ചെയ്തു. ദൈവം ഇത് നിർമ്മിച്ചു. ദൈവം സൗഖ്യമാക്കി. ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവന്നു. ദൈവം എഴുന്നേൽപ്പിച്ചു. ഈ സാക്ഷ്യം പരസ്യമായി പറയത്തക്ക രീതിയിൽ ദൈവാത്മാവിൻ്റെ ഇടപെടിയിൽ വെളിപ്പെടുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. പുരുഷാരത്തിൻ്റെ മധ്യ പ്രിയരെ ദൈവം വിടുതൽ നൽകുമ്പോൾ, ദൈവം നിങ്ങളെ ഉദ്ധരിക്കുമ്പോൾ, ദൈവം നിങ്ങളെ പണിഞ്ഞ് നിലനിർത്തുമ്പോൾ, ഓ ഹല്ലേലൂയ, ദേശത്തെ അടയാളമാക്കുമ്പോൾ, നിങ്ങളെ തിരിച്ചു വരുത്തുമ്പോൾ ഒരു തീരുമാനമെടുക്കൂ. ഞാൻ എല്ലായിടത്തും സാക്ഷ്യം പറയും. ദൈവത്തിൻ്റെ വിടുതൽ വർണ്ണിക്കും. ശക്തമായി വിളിച്ചത് പറയും. അധികം ദൈവത്തിന് സ്തുതി കരയേറ്റും. ഒരു തീരുമാനത്തിലേക്ക് വരൂ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കാൻ പോയ സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠാലോചനയ്ക്കായി സ്തോത്രം. സത്യങ്ങളെ സത്യമാക്കി വെളിപ്പെടുന്ന ദൈവപ്രവൃത്തിക്കായി സ്തോത്രം. അങ്ങിറങ്ങി വരുന്നതിന് സ്തോത്രം. ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റുന്നതിന് സ്തോത്രം. വിലാപങ്ങളെ നൃത്തമാക്കി മാറ്റുന്നതിന് സ്തോത്രം. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറക്കുന്നതിന് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വന്ന് അങ്ങയുടെ കാരം നീട്ടി തകർക്കേണ്ട ദൂഷ്ടശക്തികളെ തകർത്ത് ജയത്തോടെ ഞങ്ങൾ നിർത്തുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ദൈവം നൽകിയ വിടുതലുകൾ പുരുഷാരത്തിൻ്റെ മധ്യേ വിളിച്ചു പറയാൻ, മുഴുമഹത്വവും ദൈവത്തിന് കൊടുക്കാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് തയ്യാറാകാം. ഈ വചനങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൻ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.